നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. ജീവിതം ധന്യമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഏറ്റവും എളുപ്പമാർഗം സേവനമാണ്. ഈശ്വരനെ ആരാധിച്ച് ചാരിതാർത്ഥ്യരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് സേവനം അനുപേക്ഷണീയമാണ്. ഭാഗവതത്തിൽ ഭഗവാൻ കപിലവാസുദേവൻ ഭക്തിയോഗം വർണ്ണിക്കുന്നിടത്ത് സേവനത്തിൻ്റെ തത്വം വെളിപ്പെടുത്തുന്നുണ്ട്. സർവചരാചരങ്ങളിലും ആത്മാവായി കുടികൊള്ളുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ഭക്തി എന്നാൽ സകല ചരാചരങ്ങളെയും സേവിക്കലാണ്. ഈ തത്വം ഉദ്ഘോഷിച്ചുകൊണ്ട് ഭഗവാൻ ഭാഗവതത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: സർവ്വതിലും കുടികൊള്ളുന്ന എന്നെ അവഗണിച്ച് അർച്ചനാബിംബങ്ങളിൽ എന്നെ ആരാധിക്കുന്നവർ ചെയ്യുന്നത് ആരാധനയല്ല. തീ കെട്ടടങ്ങി ചാരം മാത്രം അവശേഷിക്കുന്ന ഹോമകുണ്ഡത്തിൽ ആഹുതി ചെയ്യും പോലെ നിഷ്പ്രയോജനമാണ് അത്തരം ആരാധന. സൂര്യദേവൻ സ്വകിരണങ്ങളാൽ ഭൂമിക്ക് ഉപകാരം ചെയ്യുന്നു. ചന്ദ്രൻ്റെ ശീതകിരണങ്ങൾ നമുക്ക് കുളിരേകുന്നു, ഔഷധികളെ പോഷിപ്പിക്കുന്നു. വായു എങ്ങും വീശിയും നദി ശുദ്ധജലം ഒഴുക്കിയും പരോപകാര കർമ്മം നിർവഹിക്കുന്നു. ഈ ലോകത്തിൻ്റെ ഒരു അംശമായ മനുഷ്യനും ഇതേ സേവനാദർശം പിന്തുടർന്ന് പ്രപഞ്ചതാളം സംരക്ഷിക്കണമെന്ന് ആചാര്യന്മാർ പറയുന്നു. ഇനി ഗുരുവചനം കേൾക്കാം. നിന്നുള്ളിൽ സത്തുണ്ടെങ്കിൽ ചുറ്റുപാടുകൾ എത്ര എതിരാകുന്നുവോ അത്രയ്ക്കും ആ ശക്തി വികസിക്കുമെന്നുള്ളത് ഒരു നിത്യസത്യമാണ്. സ്വാമി വിവേകാനന്ദൻ. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവ അപരാധ ക്ഷമാപണ സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം. പ്രൗഢോഹം യൗവനസ്ഥോ വിഷയവിഷധരൈഃ പഞ്ചഭിർമർമ്മസന്ധൗ ദഷ്ടോ നഷ്ടോ വിവേകഃ സുതധനയുവതി സ്വാദു സൗഖ്യേ നിഷണ്ണഃ ശൈവീ ചിന്താവിഹീനം മമ ഹൃദയമഹോ മാനഗർവാധിരൂഢം ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോഃ ശ്രീമഹാദേവ ശംഭോ. പ്രൗഢോഹം യൗവനസ്ഥോ വിഷയവിഷധരൈഃ പഞ്ചഭിർമർമ്മസന്ധൗ ദഷ്ടോ നഷ്ടോ വിവേകഃ സുതധനയുവതി സ്വാദു സൗഖ്യേ നിഷണ്ണഃ ശൈവീ ചിന്താവിഹീനം മമ ഹൃദയമഹോ മാനഗർവാധിരൂഢം ക്ഷന്തവ്യോ
मे पराध शिव 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 भोः श्रीमहादेव शम्भो സന്ധ്യാദീപം ഇനി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതമാണ്. യൗവനത്തിലെത്തിയപ്പോൾ ബാല്യകൗമാരത്തിലെ ക്ലേശങ്ങളെല്ലാം വിസ്മരിക്കുന്നു. യൗവനത്തിലാകട്ടെ വിഷയങ്ങളാകുന്ന 5 പാമ്പുകൾ മർമ്മസന്ധികളിൽ കടിക്കപ്പെട്ട് വിവേകം നഷ്ടമാകുന്നു. എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നറിഞ്ഞുകൂടാത്ത യൗവനാവസ്ഥയെക്കുറിച്ച് പറയുന്ന ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ 3-ാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ശങ്കരകൃതികളിൽ ശിവാപരാധ ക്ഷമാപണ സ്തോത്രം അതിലെ 2 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോഴും പിന്നീട് ശൈശവ ബാല്യദശകളിലും താൻ അനുഭവിച്ച വിവിധങ്ങളായ ദുഃഖങ്ങളെ ക്ലേശങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് അതിന് കാരണങ്ങളായ അപരാധങ്ങളൊക്കെ ക്ഷമിക്കപ്പെടേണ്ടതാകണേ എന്ന് പ്രാർത്ഥിച്ചു. തുടർന്ന് 3-ാം ശ്ലോകം പ്രൗഢോഹം യൗവനസ്ഥോ വിഷയവിഷധരൈ പഞ്ചഭിർമർമ്മസന്ധൗ ദഷ്ടോ നഷ്ടോ വിവേകഃ സുതധനയുവതീ സ്വാദു സൗഖ്യേ നിഷണ്ണഃ ശൈവീ ചിന്താവിഹീനം മമ ഹൃദയമഹോ മാനഗർവാധിരൂഢം ക്ഷന്തവ്യോ മേ പരാധഃ ശിവ 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 ഭോ ശ്രീമഹാദേവ ശംഭോ. പ്രൗഢോഹം യൗവനസ്ഥോ വിഷയവിഷധരൈഃ പഞ്ചഭിർമർമ്മസന്ധൗ ദഷ്ടോ നഷ്ടോ വിവേകഃ സുതധനയുവതീ സ്വാദു സൗഖ്യേ നിഷണ്ണഃ ശൈവീ ചിന്താവിഹീനം മമ ഹൃദയമഹോ മാനഗർവാധിരൂഢം ക്ഷന്തവ്യോ മേ പരാധഃ ശിവ 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 ഭോ ശ്രീമഹാദേവ ശംഭോ. പ്രൗഢോഹം യൗവനസ്ഥഃ. അങ്ങനെ ബാല്യാവസ്ഥ കഴിഞ്ഞു യൗവനസ്ഥനായി, പ്രൗഢനായി. പ്രൗഢൻ വളർന്നവൻ, വളർന്നു വലുതായി. എന്നിട്ട് യൗവനാവസ്ഥയിലെത്തി. യൗവനസ്ഥഃ, യൗവനത്തിൽ നിലകൊള്ളുന്നവൻ. അപ്പോഴോ വിഷയവിഷധരൈഃ പഞ്ചഭിഃ മർമ്മസന്ധൗ ദഷ്ടഃ. വിഷയവിഷധരൈഃ, വിഷധരഃ സർപ്പഃ, വിഷത്തെ ധരിക്കുന്ന സർപ്പം, പാമ്പ്. അപ്പം വിഷയങ്ങളാകുന്ന പാമ്പുകൾ, അതാണ് വിഷയവിഷധരന്മാർ. അവരാൽ വിഷയവിഷധരൈഃ, വിഷയങ്ങളാകുന്ന പാമ്പുകളാൽ. എത്ര പാമ്പുകളാൽ? പഞ്ചഭിഃ, 5 പാമ്പുകളാൽ. മർമ്മസന്ധൗ ദഷ്ടഃ, മർമ്മസന്ധികളിൽ ദംശിക്കപ്പെട്ടവനായി, കടിക്കപ്പെട്ടവനായി. ഇപ്പോൾ യുവത്വത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങളുടെ പിന്നാലെയായി. അപ്പോഴോ അവ തന്നെ ആകർഷിച്ച് മഥിച്ച് എപ്രകാരമാണോ വിഷസർപ്പം കടിക്കുന്നത് അതുപോലെ കടിച്ചു. ഇപ്പം ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാൽ, വിഷയങ്ങളാൽ ബന്ധിക്കപ്പെട്ടു. ഈ 5 വിഷയങ്ങളും 5 സർപ്പരൂപത്തിൽ മർമ്മദേശങ്ങളിൽ കടിച്ചു. നഷ്ടോ വിവേക, വിവേകം നഷ്ടമായി. ആ സർപ്പദംശം ഏറ്റു കഴിഞ്ഞപ്പോൾ വിവേകം നഷ്ടമായി.
ഇപ്പോൾ സാധാരണ പാമ്പിൻ്റെ കടിയേറ്റ് ഓർമ്മ നഷ്ടപ്പെടുന്നു, ബോധക്ഷയം വരുന്നു. അതുപോലെ ഇവിടെ വിഷയസർപ്പങ്ങളുടെ കടിയേറ്റ് വിവേകം നഷ്ടപ്പെടുന്നു. നഷ്ടോ വിവേക, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ള വിവേകമെല്ലാം നഷ്ടമായി പോകും വിഷയങ്ങളാൽ ബാധിക്കപ്പെട്ടാൽ. പിന്നെ വെറും വിഷയങ്ങളുടെ മേഖലയിലേക്കുള്ള പ്രവൃത്തി മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വിവേകം നഷ്ടപ്പെട്ടു. പിന്നെയോ സുതധന യുവതി സ്വാദുസൗഖ്യേ നിഷണ്ണ. സുതധന യുവതി സ്വാദുസൗഖ്യേ. മക്കൾ, സുതന്മാർ, മക്കളെപ്പറ്റിയുള്ള ചിന്ത, മക്കൾക്കായിക്കൊണ്ടുള്ള, മക്കളിലുള്ള അത്യാസക്തിയും മമത്വവും, അതുപോലെ ധനപ്രാപ്തി, കൂടുതൽ കൂടുതൽ ധനം പ്രാപിക്കണമെന്നുള്ള അത്യാഗ്രഹം, മറ്റെല്ലാ പുരുഷാർത്ഥങ്ങളെയും മറന്നുകൊണ്ട് ധനസഞ്ചയത്തിന്, അങ്ങനെ സമ്പാദിച്ച ധനത്തെ സംരക്ഷിക്കുന്നതിന് അതിൽ അഭിമാനം പൂണ്ട്, അങ്ങനെ മക്കൾ, ധനം, പിന്നെ യുവതി, എപ്പോഴും മനസ്സ് യുവതികളിലാണ്. തരുണസ്താവ് തരുണീസക്ത. തരുണനായിരിക്കുമ്പോൾ തരുണിയിൽ തന്നെയാണ് ആസക്തനായിരിക്കുന്നത്. മറ്റു ചിന്തകളൊന്നുമില്ല. എപ്പോഴും യുവതികളെക്കുറിച്ച് ചിന്തിക്കുക, യുവതികളുടെ സാന്നിധ്യം ആഗ്രഹിക്കുക. അങ്ങനെ യുവതികളിൽ പെട്ട ചിന്തയോടുകൂടി. പിന്നെ സ്വാദിഷ്ടങ്ങളായ ഭക്ഷണപദാർത്ഥങ്ങൾ, സുഖഭോഗങ്ങൾ, സൗഖ്യം, ബാഹ്യസുഖങ്ങൾ, ഇങ്ങനെ സുതധന യുവതി സ്വാദു സൗഖ്യങ്ങളിൽ തന്നെ ഘടിക്കപ്പെട്ടവനായി. അതിനപ്പുറത്ത് ഒരു പുരുഷാർത്ഥമുണ്ടെന്നുള്ള ചിന്ത പോലും അസ്തമിച്ച് യൗവനത്തിൽ ഈ വക വിഷയങ്ങളിൽ മുങ്ങി മയങ്ങി നമ്മൾ കാലം കഴിക്കുകയാണ്. എത്ര ഒരു നേർരേഖാ ചിത്രമാണെന്ന് നോക്കൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്രക്കേറെ ദുഃഖങ്ങളിലൂടെ കടന്നു വന്ന ശൈശവ ബാല്യങ്ങളാണെങ്കിലും യൗവനാവസ്ഥയിൽ എത്തുമ്പോഴത്തേക്ക് അതെല്ലാം വിസ്മരിച്ചു. എന്നിട്ട് ഈ ഭൗതികങ്ങളായ സുഖഭോഗങ്ങളിൽ മാത്രം ആസക്തനായി കഴിഞ്ഞുകൂടുകയാണ്. ഇതാണ് യൗവനത്തിലെ ദുരവസ്ഥ. അതിൻ്റെ പരിണാമമോ അതാണ് പറയുന്നത്, ഭഗവാനെ അവിടത്തെക്കുറിച്ചുള്ള വിചാരം ഒട്ടും ഇല്ലാതായി എന്ന്. ആ ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിക്കടുത്തുള്ള തൃക്കാക്കരയപ്പന്റെ സന്നിധി ഒരു കാലത്ത് സർവ്വ ഐശ്വര്യങ്ങളുടെയും കേദാരഭൂമിയായിരുന്നത്രേ. 4 വശത്തും വിജിഗീഷുവെ പോലെ ഉയർന്നു നിൽക്കുന്ന ഗോപുരങ്ങളും സ്വർണ്ണക്കൊടിമരവും പഴമനസിന്റെ പൊടിപിടിച്ച ചിത്രമായി അവശേഷിക്കുന്നു. അഗ്രഹാരം, പട്ടിണിപ്പുര, അറപ്പുര, കളപ്പുര, കളത്തട്ട്, ആയുധപുര, വെടിമഠം, ഭജനമഠം, വിളക്കുമാടം, സംഗീതശാല, മണിമേട, കോട്ടക്കൊത്തളങ്ങൾ എന്നിവ കൊണ്ടും ഈ ക്ഷേത്രസങ്കേതം ഒരു കാലം ഇന്ദ്രപുരിക്ക് തുല്യം വിളങ്ങി നിന്നിരുന്നു. എത്രയോ രാജവംശങ്ങൾ ഈ തിരുനടയിൽ നിന്ന് തൃക്കാക്കരയപ്പനെ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ച് ഭക്തിയുടെ ജപമാല ഉരുക്കഴിച്ചിരിക്കുന്നു. എങ്കിലും പൂർവ്വപ്രതാപത്തിന്റെ പിൻവിളിക്ക് കാതോർത്ത് തൃക്കാക്കരയപ്പന്റെ നഷ്ടപ്രതാപങ്ങളെയും സമ്പദൈശ്വര്യങ്ങളെയും തിരികെ കെട്ടുവാൻ ഇവിടുത്തെ ജനത മനംനൊന്ന് പ്രാർത്ഥിക്കുന്നു.
വാമനമൂർത്തിയുടെ സങ്കല്പം ദശാവതാര കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അസുര ചക്രവർത്തിയും ദാനശീലനുമായ മഹാബലി 3 ലോകങ്ങളും കീഴടക്കി വാഴുന്ന കാലം. മഹാബലിയുടെ അഹങ്കാരം ശമിപ്പിച്ച് മോക്ഷം നൽകുവാൻ മഹാവിഷ്ണു വാമന രൂപത്തിൽ അവതരിച്ച് ബലി നടത്തുന്ന അശ്വമേധയാഗശാലയിലെത്തി തപസ്സു ചെയ്യുവാൻ 3 അടി മണ്ണ് ദാനം ചോദിച്ചു. വാമനന്റെ അപേക്ഷ പ്രകാരം മഹാബലി അദ്ദേഹത്തെ പീഠത്തിലിരുത്തി ദാനസങ്കല്പം ചൊല്ലി നീരൊഴിച്ച് ഭൂമി ദാനം ചെയ്തു. അപരിച്ഛിന്നനായ ശ്രീഹരി പെട്ടെന്ന് പർവ്വതാകരം കൊണ്ട് 2 അടി കൊണ്ട് 3 ലോകങ്ങളും അളന്നെടുത്തു. 3-ാമത്തെ അടി വയ്ക്കുവാൻ സ്ഥലം കാണിച്ചു കൊടുക്കുവാൻ ബലിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. താൻ ഇത്രയും കാലം സ്വന്തമെന്ന് അഹങ്കരിച്ചിരുന്ന 3 ലോകങ്ങളും കേവലം 2 അടി കൊണ്ട് അളന്നെടുക്കുവാൻ കഴിയുന്നതാണെന്ന തിരിച്ചറിവിൽ മഹാബലി ജീവിതത്തിന്റെ നശ്വരതയെ മനസ്സിലാക്കുകയും മോക്ഷപ്രാപ്തിക്ക് അർഹനാവുകയും ചെയ്തു. 3-ാമത്തെ അടി വയ്ക്കുവാൻ ബലി തന്റെ ശിരസ്സു കാണിച്ചു കൊടുത്തപ്പോൾ വാമനൻ പർവ്വതാകാരം വെടിഞ്ഞ് പൂർവ്വരൂപത്തിൽ ബ്രാഹ്മണ ബാലനായി മാറി തന്റെ പിഞ്ചുകാൽ മഹാബലിയുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. പുണ്യം കൊണ്ട് സിദ്ധനായി തീർന്ന ബലിക്ക് സുതലത്തിൽ ആസ്ഥാനം തീർക്കുകയും ചെയ്തു. താൻ ഏകയോഗക്ഷേമമായി ഭരിച്ചിരുന്ന സാമ്രാജ്യം ആണ്ടിലൊരിക്കൽ സന്ദർശിക്കുവാനുള്ള അവസരം ബലി വാമനനോട് അഭ്യർത്ഥിച്ചു. അതുപ്രകാരമാണത്രേ ചിങ്ങമാസത്തിൽ ഉത്രാടം അസ്തമിച്ചതിന് ശേഷം തിരുവോണ നാളിൽ മഹാബലിയുടെ സന്ദർശനം നാം ഓണമായി കൊണ്ടാടുന്നത്. ഈ വാമനമൂർത്തിയാണ് തൃക്കാക്കരയപ്പൻ. വാമനന് മഹാബലി ദാനനീർ നൽകാനെടുത്തതാണ് പിന്നീട് ദാനോദക പൊയ്കയായി മാറിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. തൃക്കാക്കരയുടെ പാദമുദ്രകൾ പ്രാചീന കേരള ചരിത്രത്തിൽ കാണാവുന്നതാണ്. പെരുമാൾ ഭരണകാലത്ത് കാൽക്കര നാട് എന്നായിരുന്നു തൃക്കാക്കര അറിയപ്പെട്ടിരുന്നത്. പെരുമാക്കന്മാരുടെ കാലത്തുള്ള ശിലാശാസനങ്ങളിൽ തൃക്കാക്കരയെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. വൈഷ്ണവ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രമുഖ കേന്ദ്രവും കൂടിയായിരുന്നു ഇവിടം. അക്കാലത്ത് തൃക്കാക്കരയപ്പനെ തിരുക്കാൽക്കരി പട്ടാരകർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. വാമനന്റെ പാദമുദ്രയുള്ള സ്ഥലം എന്നാണ് ഇതിനർത്ഥം. AD 8-ാം നൂറ്റാണ്ടിൽ പ്രസിദ്ധ വിഷ്ണുഭക്തനായ നമ്മാൾവാർ തൃക്കാട്ടുകരി ക്ഷേത്രം സന്ദർശിച്ചു എന്നതിന് തെളിവുകളുണ്ട്. തിരുമങ്കയാൾവാറും തൃക്കാക്കര ക്ഷേത്രം സന്ദർശിക്കുകയും ഭഗവാന് പാടലുകൾ അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തൃക്കാക്കരയപ്പന്റെ തെക്കും വടക്കുമായി ഗണപതിയും ശാസ്താവും പടിഞ്ഞാറ് വശത്ത് ഗോപാലകൃഷ്ണനും കുടികൊള്ളുന്നു. തെക്ക് വശത്ത് പരമശിവൻ, പാർവതി, ദുർഗ, സുബ്രഹ്മണ്യൻ, ഭദ്രകാളി എന്നിവരുടെ ശ്രീകോവിലുകളും കാണാം. തെക്ക് വശത്തെ ശിവലിംഗം മഹാബലിയുടെ പൂജാബിംബമാണെന്നും വിശ്വസിക്കപ്പെടുന്നു. പെരുമാക്കന്മാരുടെ ഭരണകാലത്താണ് തൃക്കാക്കര ഉത്സവം ചിട്ടപ്പെടുത്തിയത്. കേരളം കണ്ട ഏറ്റവും വലിയ ഉത്സവമായിരുന്നത്രേ ഇക്കാലത്ത് നടന്നിരുന്നത്. അന്ന് കേരളത്തിലെ 64 ഗ്രാമത്തലവന്മാരും നാടുവാഴികളും മാടമ്പിമാരും ഇടപ്രഭുക്കന്മാരും സാമാന്യ ജനങ്ങളും ഈ ഉത്സവത്തിൽ പങ്കെടുത്തിരുന്നു. 28 ദിവസം നീണ്ടു നിൽക്കുന്നതായിരുന്നു ഉത്സവം. കർക്കിടക തിരുവോണത്തിന് കൊടിയേറി ചിങ്ങത്തിലെ തിരുവോണത്തിന് കൊടിയിറങ്ങുന്നതായിരുന്നു ഉത്സവ ചടങ്ങുകൾ.
അത്തം ഉത്സവം കൊച്ചി രാജാവും സാമൂതിരിയും ചേർന്ന് നടത്തണം എന്നതായിരുന്നു വ്യവസ്ഥ. ഇങ്ങനെ നടക്കുന്ന ഓണാഘോഷത്തിന് മലയാളക്കരയിലെ എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഒരാളെങ്കിലും തൃക്കാക്കരയിൽ എത്തണമെന്നുണ്ടായിരുന്നു. പെരുമാൾ ഭരണത്തിന്റെ അവസാനത്തോടെ കൊച്ചി രാജാവും സാമൂതിരിയും തൃക്കാക്കര ഉത്സവം നടത്തിപ്പോന്നു. അവരുടെ ശക്തിയും ക്ഷയിച്ചതോടെ തൃക്കാക്കര വിസ്മൃതിയിലേക്ക് തള്ളപ്പെട്ടുകൊണ്ടിരുന്നു. പ്രതാപത്തിന്റെ ദീപക്കാഴ്ചയിൽ നിന്നും ആധുനിക കാലത്തിന്റെ ഭക്തിസഞ്ചാരങ്ങളിൽ പ്രാർത്ഥനാമന്ത്രം ഉരുക്കഴിച്ച് തൃക്കാക്കര ക്ഷേത്രം മലയാള മനസ്സിൽ സംസ്കാരത്തിന്റെയും ഓണപ്പെരുമയുടെയും നിറസാന്നിധ്യമാവുകയാണ്.